നീണ്ട 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് ഫലമുണ്ടായില്ല എന്ന സാഹചര്യത്തിലാണ് പുറത്ത് പറയാൻ, പാർട്ടി ചട്ടക്കൂടിന് പുറത്ത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പുറത്തു പറഞ്ഞ സമയത്തെക്കുറിച്ച് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് കേരളം എത്തിച്ചേരുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ എതിരാളികൾക്ക് മേൽക്കൈ നേടാൻ അവസരമൊരുക്കില്ലേ എന്ന് ചിന്തിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒട്ടേറെ സഖാക്കൾ എന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ പാർട്ടി വേദികളിൽ ആ കാര്യങ്ങൾ ഉന്നയിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യമില്ലാത്തത് കൊണ്ട് പാർട്ടി പറയുന്ന വിശദീകരണം വിശ്വസിക്കുകയും അത് കീഴെ വിശദീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് വിശദീകരണം വിശ്വാസയോഗ്യമല്ലാതിരുന്നിട്ടും അതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CKPയുടെ വിഷയം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ, കുഞ്ഞിമംഗലം പഞ്ചായത്ത്. CKPക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കീഴെ വിശദീകരിച്ചത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആ ജാഗ്രത കുറവിന് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന കാര്യം ഞാൻ മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് ഒട്ടനവധി സഖാക്കൾ ആ ചോദ്യം ഉന്നയിച്ചതാണ്. പക്ഷെ അതിനൊന്നൊരു തൃപ്തികരമായ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. മാത്രമല്ല, CKP തന്നെ ആ നടപടി ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിൽ, ഉള്ളിൽ അതിനോട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കാതെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. അതുപോലുള്ള വിഷയങ്ങൾ വലിയ വിഭാഗം പാർട്ടി സഖാക്കൾക്കിടയിൽ
വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വ്യത്യസ്ത കാരണങ്ങളാലാകാം. നേതൃത്വത്തിന്റെ നിലപാടുകളുണ്ടാകും, പ്രാദേശിക വിഷയങ്ങളുണ്ടാകും. പക്ഷെ കേരളത്തിലാകെ ഈ അസംതൃപ്തി വളർന്നു വരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന അസംതൃപ്തിയാണ് കാരയിൽ, ഈ പയ്യന്നൂർ നഗരസഭയിൽ, ഈ പയ്യന്നൂർ വില്ലേജിൽ, കാരാ പ്രദേശത്ത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് സി വൈശാഖ് രാജിവെച്ച് മത്സരിക്കാനിടയാക്കിയതും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പാർട്ടിയും LDF-ഉം അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയതും എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഈ പാർട്ടി തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടിയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത് തിരുത്തി മുന്നോട്ട് പോയാലേ ഈ പാർട്ടിക്ക് ജനവിശ്വാസം ആർജിക്കാനും ഈ പാർട്ടിക്ക് മുന്നേറാനും സാധിക്കൂ എന്നതാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തിയത്. 2026 ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. കാരണം ഈ കേരളം ഈ കാണുന്ന നിലയിലേക്ക് വളർന്നു വന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 57 മുതൽ ഇങ്ങോട്ട് ഭരണത്തിൽ വന്നപ്പോ സ്വീകരിച്ച നടപടികൾ, 57-ന് മുമ്പ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിന്റെ ഫലമായി കേരളത്തിലാകെ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട രക്തസാക്ഷികൾ, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ കാണുന്ന നിലയിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടായത്. ഇത് നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കൂടി ശക്തമാകണം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരുമ്പോൾ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ്. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ 3 രേഖയിലും പാർട്ടി കീഴ് റിപ്പോർട്ട് ചെയ്തത് ഈ സമൂഹം പുതിയ കാലത്തെ മുതലാളിത്തം
കൂടുതൽ കൂടുതൽ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീർണത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാർട്ടിയെയും സ്വാധീനിക്കാനിടയുണ്ട്. നമ്മുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും സ്വാധീനിക്കാനിടയുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പാർട്ടിയെ ജാഗ്രതയോടെ വീക്ഷിക്കാൻ പാർട്ടി അണികൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഈ തെറ്റ് തിരുത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ 3 തെറ്റ് തിരുത്തൽ രേഖയിലൂടെയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടത്, വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തലവാചകം, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലവാചകം ഞാൻ ഈ പുസ്തകത്തിന് കൊടുക്കാൻ തയ്യാറായത്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിമർശന, സ്വയം വിമർശനം അതിന്റെ ജീവവായുവാണ്. അതില്ലാതായാൽ പിന്നെ ഈ പാർട്ടിയില്ല. പക്ഷെ ഇന്ന് ഈ പാർട്ടിക്കകത്ത് വിമർശനമുന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് പലരും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും. ഇപ്പൊ താഴെ ബ്രാഞ്ച് തലത്തിൽ തന്നെ സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ചു പുലർത്തുകയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ലല്ലോ. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി കീഴ റിപ്പോർട്ട് ചെയ്തത് വിമർശനവും സ്വയം വിമർശനവും ശക്തിപ്പെടുത്തണം എന്നതാണ്. പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തേ ഉണ്ടായുള്ളൂ? സാമ്പത്തികമാണ്. ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമ്പാദിക്കാത്ത പാർട്ടിയാണ് CPM എന്നും അതുകൊണ്ടാണ് CPM-നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ. ഇത് ജനങ്ങളെ പോകട്ടെ, ഇത് പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ചാൽ ആ ഘടകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പോരാട്ടത്തിന് ശേഷം എനിക്കിത് തുറന്നു പറയേണ്ടി വരുമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ലല്ലോ. ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകണ്ടേ? ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് മറ്റന്നാൾ പറയും എന്ന് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അത്രത്തോളം നല്ലത്. രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. ഒരാൾ അവന്റെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വലുതാണ്. അതിൽ കൂടുതലായി മറ്റൊന്നും ത്യജിക്കാനില്ല. ആ ജീവൻ ത്യജിച്ച രക്തസാക്ഷിയുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ്
രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നത്. ആ ഫണ്ടിൽ പോലും കൃത്രിമം നടത്താൻ, ആ ഫണ്ട് പോലും അപഹരിക്കാൻ സന്നദ്ധമായി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ചില ആളുകൾ എങ്ങോട്ടാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? അങ്ങനെ ചിലര് തയ്യാറായാൽ അത് തിരുത്തിക്കാനും ആ തയ്യാറായവരുടെ പേരിൽ നടപടിയെടുക്കാനുമല്ലേ പാർട്ടി നേതൃത്വം സന്നദ്ധമാകേണ്ടത്. പക്ഷെ അവരുടെ സംരക്ഷകരായി പാർട്ടി നേതൃത്വം നിന്ന് മാറിയാൽ പിന്നെ ഈ പാർട്ടിയെ ആര് രക്ഷിക്കും എന്നതാണ് എന്റെ മുമ്പിൽ ഉയർന്നു വന്ന ചോദ്യം. അണികൾ തെറ്റ് ചെയ്താൽ തിരുത്തിക്കേണ്ടത് നേതൃത്വമാണ്. നേതൃത്വത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ തിരുത്തിക്കേണ്ട അതിനു മുകളിലുള്ള നേതൃത്വമാണ്. പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലോ? ഞാനിപ്പോ ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് ദിവസമായല്ലോ. കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിൽ നിന്ന് എന്നെ പലരും ബന്ധപ്പെടുകയാണ്. ആ ബന്ധപ്പെടുന്ന പലരും പറയുന്നത്, നിങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്തും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പലരും സന്നദ്ധമാകുന്നില്ല എന്നാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 35 വർഷം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM നേതൃത്വത്തിൽ ഭരണം നടത്തിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ ഇപ്പോ പാർട്ടികളുടെ സ്വാധീനം അളക്കുന്നത് തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ, വോട്ടിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നണിക്ക് ആകെ കിട്ടിയത് 6% വോട്ടാണ്. പാർട്ടിക്കല്ല, മുന്നണിക്കാകെ കിട്ടിയത് 6% വോട്ടാണ്. എന്തേ ബംഗാളിൽ ഇങ്ങനെ പാർട്ടി തകരാനിടയായി? കേരളത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഈ അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയതാണ് ബംഗാളിൽ സംഭവിച്ചത്. ആ പൊട്ടിത്തെറി ബംഗാളിലെ പാർട്ടിയെ തകർത്തു. ആ പൊട്ടിത്തെറി ബംഗാളിന് മാത്രം ബാധകമാകുന്ന ഒന്നാണോ? മാർക്സിസം എന്ന് പറയുന്നത് എല്ലാം മാറ്റത്തിന് വിധേയമാകുന്നതാണ് എന്ന് പറയുന്നതല്ലേ? അപ്പൊ പടിപടിയായി ഈ നിലയിലേക്ക് ബംഗാളിലെ പാർട്ടി എത്തിയെങ്കിൽ കേരളത്തിലെ പാർട്ടിയും അങ്ങനെ എത്തില്ല എന്ന് ആർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് തെറ്റ് സംഭവിക്കുമ്പോ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കാനും അണികൾ സന്നദ്ധമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ എനിക്കെതിരെ പല പ്രചാരവേലകളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ ആളുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയുമായി ബന്ധപ്പെട്ട് ജാഥ പയ്യന്നൂരിലെത്തിയപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരൽ തന്റെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത് എന്നെല്ലാവരും ഓർക്കേണ്ടതുണ്ട് എന്ന് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വിരലെ മറ്റുള്ളവന്റെ നേരെ ചൂണ്ടുന്നുള്ളൂ, ബാക്കി 4 വിരലും തന്റെ നേരെ തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെങ്ങനെയാണ് ഈ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്,
കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അപഹരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കണക്ക് മറ്റന്നാൾ വരും, കണക്ക് വന്നിട്ട് അതിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. എന്റെ കണക്ക്, അവര് നേരത്തെ അവതരിപ്പിച്ച കണക്ക്, എന്റെ കണക്ക് രണ്ടും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവർ പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കെന്താണ്, യഥാർത്ഥ കണക്കെന്താണ് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, അവരെല്ലാം ഇവിടെ ഉണ്ട്, അവരോട് പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പ് ആ കണക്ക് പരസ്യപ്പെടുത്താൻ നേതൃത്വം തയ്യാറാകണം എന്നാണ്. ഇത് വെറുതെ പറഞ്ഞല്ല. ഞാൻ മനസ്സിലാക്കിയത്, എന്റെ പുസ്തകം പുറത്തു വന്നാൽ അതിൽ ഞാൻ പറഞ്ഞ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കണക്ക് തയ്യാറാക്കി കീഴെ റിപ്പോർട്ട് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ ആലോചന എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചത്. ഭീഷണിയൊന്നല്ല, ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതിനെ ഭീഷണിയായി ചിത്രീകരിക്കാനും നേതൃത്വം സന്നദ്ധമായി എന്നത് വേറൊരു കാര്യം. ഞാൻ ഒരു ഭീഷണിയും ആരുടെ മുമ്പിലും വെച്ചിട്ടില്ല. ഭീഷണി സ്വരം എന്റെ സംസാരത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അഭ്യർത്ഥന മാത്രമാണ്. ഇത് ഈ ഒരു കണക്കിൽ തീരുന്നതാണ്. രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വികാരപരമായി എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്നെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. മറ്റ് 2 ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ ആ കണക്ക് കൃത്യമായി പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ആ കണക്ക് പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം അന്ന് ഞാനാണ് ഏരിയ സെക്രട്ടറി. ഞാനാണ് ഏരിയ സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ച് ഒരു വ്യക്തത വരുത്താതെ ആ കണക്ക് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്തതിന്റെ അനുഭവം എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കണക്ക് ഞാൻ പരിശോധിച്ചത്. പിന്നീട് 3 പേരടങ്ങിയ ഓഡിറ്റർമാരെ ഈ 2 കണക്കും പരിശോധിക്കാൻ ചുമതലപ്പെടുത്തി. എന്റെ കണ്ടെത്തലിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നും പറയാൻ അവർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി.ഐ. മധുസൂദനൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം റിപ്പോർട്ടർ ചാനലിൽ കോഫി വിത്ത് ഡോക്ടർ അരുൺകുമാർ എന്ന പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി. അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീബൽസിനെ നാണിപ്പിക്കുന്ന നുണകളടക്കം പറയാൻ തയ്യാറായിട്ടും ഞാൻ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺകുമാറിന്റെ ചോദ്യത്തിന് പോലും ഒരു വിശദീകരണം നൽകാൻ സന്നദ്ധമായിട്ടില്ല എന്നതാണ് വസ്തുത. ഞാനത് പൂർണ്ണമായി കേട്ട ഒരാളാണ്. ഒരു കാര്യം കൂടി പറയാം. ടി.ഐ. മധുസൂദനാകട്ടെ, മറ്റേതെങ്കിലും പാർട്ടി നേതാക്കന്മാരാകട്ടെ, ഈ പയ്യന്നൂരിലെ ഫണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായാൽ ഞാൻ ആ സംവാദത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധനാണ്. ഇത് വെല്ലുവിളിയൊന്നല്ല. നിങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് അവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്.
പറയാൻ എനിക്ക് ഒരു രേഖ ആവശ്യമില്ല ഈ കാര്യങ്ങൾ പറയാൻ. കാരണം എനിക്ക് മനപ്പാടാണ് ഈ കാര്യം. അതുകൊണ്ട് ടി.ഐ. മധുസൂദനാകട്ടെ, മറ്റ് പാർട്ടി നേതാക്കന്മാരാകട്ടെ, ആരുമായും ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിന് ഞാൻ സന്നദ്ധമാണ്. നിങ്ങളത് തയ്യാറാകണം. നിങ്ങൾ നിശ്ചയിക്കുന്ന വേദിയിൽ, നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ വന്നുകൊള്ളാം എന്നാണ് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. കണക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും കൂട്ടിയ 4 അല്ലേ? പണ്ട് സഖാവ് സുബ്രഹ്മണ്യ ഷേണായി പറയാറുണ്ട്, കണക്ക് രണ്ടും രണ്ടും കൂട്ടിയ 4 തന്നെ. പക്ഷെ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയ 4 ആകില്ല. ചിലപ്പോ അത് 5 ആകാം, ചിലപ്പോ 3 ആകാം എന്ന് സുബ്രഹ്മണ്യ ഷേണായി പണ്ട് പല പൊതുയോഗങ്ങളിലും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം വേറെ, കണക്ക് വേറെ എന്നതാണ് ഷേണായി തന്നെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായാലും അതുപോലെ തന്നെ AKG ഭവൻ കെട്ടിട നിർമ്മാണ ഫണ്ടായാലും രക്തസാക്ഷി ഫണ്ടായാലും ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വാക്കാലും രേഖാമൂലവും പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് ഇന്നേ വരെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ടാണ് കണക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ടി.ഐ. മധു ഈ 1 മണിക്കൂറിലേറെ എടുത്ത് പറഞ്ഞപ്പോ കണക്കിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒറിജിനൽ 1ഉം 2ഉം റെസീറ്റ് ബുക്ക് ഉപയോഗിച്ചത് ടി.ഐ. മധുസൂദനാണ്. 28 ആളുകളിൽ നിന്ന് ടി.ഐ. മധുസൂദനൻ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. 2ാമത്തെ റെസീറ്റ് പിന്നീട് അയാൾ തിരിച്ചു നൽകിയപ്പോ 28ാമത്തെ റെസീറ്റ് വരെ മുറിച്ചിട്ടുണ്ട്. പക്ഷെ കമ്മിറ്റിക്ക് കൊടുത്ത കണക്ക് 20 ആളിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ്. 20 പേരിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകിയ കണക്ക്. ബാക്കി 8 പേരുടെ പണം ഇവിടെ പോയി? അതിന് ടി.ഐ. മധുസൂദനൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഈ 1ഉം 2ഉം ബുക്ക് ഓഡിറ്റിന് ഹാജരാക്കാതെ അതിന് വ്യാജ റസീറ്റ് അച്ചടിച്ചിട്ടാണ് ഓഡിറ്റിന് ഹാജരാക്കുന്നത്. എന്തിനാ വ്യാജ റസീറ്റ് അടിക്കുന്നത്? പറഞ്ഞ കാരണം ഈ റസീറ്റ് കാണാതായി പോയിന്ന്. ഓഫീസ് സെക്രട്ടറി വ്യാജ റസീറ്റ് അടിച്ചു എന്നാണ്. 6 പുസ്തകം ആകെ അച്ചടിച്ചിട്ടുള്ളൂ റസീറ്റ്. അതിൽ 4 ബുക്കിൽ ഒരു റസീറ്റ് പോലും മുറിച്ചിട്ടില്ല. ആ മുറിക്കാത്ത 4 ബുക്ക് ഉണ്ടാകുമ്പോ ഈ നഷ്ടപ്പെട്ട കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞ്, പാർട്ടി ഘടകത്തിൽ പറഞ്ഞ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ വ്യാജ റസീറ്റ് അടിക്കുക. ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഓഫീസ് സെക്രട്ടറി വ്യാജ റസീറ്റ് അടിക്കണം. ഓഫീസ് സെക്രട്ടറി കമ്മീഷനോട് പറഞ്ഞത് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ 2ാം നമ്പർ റെസീറ്റ് പിന്നീട് ഹാജരാക്കുന്നത്, ഒറിജിനൽ 2ാം നമ്പർ റെസീറ്റ് ബുക്ക് പിന്നീട് ഹാജരാക്കുന്നത് ടി.ഐ. മധുസൂദനാണ്. അദ്ദേഹം പറഞ്ഞതായി നമ്മുടെ കെ രാഗേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇപ്പോ വിശദീകരിച്ചത് അതൊരു പുസ്തകത്തിന്റെ ഉള്ളിലായി പോയി, അത് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അത് പിന്നീട് അന്നെത്തിക്കാതിരുന്നത് പിന്നീട് എത്തിച്ചത്. ടി.ഐ. മധുസൂദന്റെ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന റെസീറ്റ് എങ്ങനെയാ കരുണാകരന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക, ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക?
TI മൻസൂറിന്റെ കയ്യിലുള്ള റെസീറ്റിന് എന്തിനാണ് വ്യാജ റെസീറ്റ് ഓഫീസ് സെക്രട്ടറി അച്ചടിക്കുന്നത്? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് TI മധുസൂദനൻ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഒരുപടി കാര്യങ്ങളുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഒരു സംവാദത്തിന് തയ്യാറായാൽ അത് ആ സമയത്ത് സൂചിപ്പിക്കാം എന്നതാണ്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് മറ്റന്നാൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിന്റെ സത്യാവസ്ഥ, അതിന്റെ വസ്തുത ഞാൻ പറയും, പുറത്തുവിടും എന്നതാണ്. അതേക്കുറിച്ച് ഇത് ഒരു കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ ഫണ്ട് കൈകാര്യം ചെയ്യുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പയ്യന്നൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാരിൽ നിന്ന് 1 മാസത്തെ വേതനമാണ് സംഭാവന വാങ്ങിയത്. 1 മാസത്തെ വേതനം. കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോ 1 നയാ പൈസ സഹകരണ ജീവനക്കാര് സംഭാവന തന്നതായി കണക്കില്ല. സംഭാവന കൊടുത്തവരാ കമ്മിറ്റിയിലുണ്ട്. സഹകരണ ജീവനക്കാര് ഉൾപ്പെടെയുള്ളതാണ് ഏരിയ കമ്മിറ്റി. ആ ഫണ്ട് കൊടുത്തവർ പറഞ്ഞു, ഞങ്ങൾ 1 മാസത്തെ വേതനം ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്, ആ പണം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. പിന്നീട് ഞാനത് പരിശോധിച്ചു. 7.5 ലക്ഷം രൂപ വരും ഈ സഹകരണ ജീവനക്കാർ കൊടുത്ത ഫണ്ട്. 7.5 ലക്ഷം. അവതരിപ്പിച്ച കണക്കെന്താണെന്നറിയോ? പണം കഴിയാത്തത് കൊണ്ട് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കടം വാങ്ങി വകമാറ്റി ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഈ കണക്ക് വരുമ്പോഴാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാര് പോലും ആ കാര്യം അറിയുന്നത്. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണോ മറ്റേതെങ്കിലും രീതിയിൽ ഫണ്ട് കണ്ടെത്തണോ എന്നൊന്നും കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. ഈ 7.5 ലക്ഷം കണക്കിൽ ഉൾപ്പെടുത്തിയ പിന്നെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? 70 ലക്ഷം ഓൾറെഡി പിരിഞ്ഞു കിട്ടിയത് ഈ അക്കൗണ്ടിലുള്ളത്, ബാങ്ക് അക്കൗണ്ടിലുള്ളത്, അത് കണക്കിൽ ഉൾപ്പെടുത്തിയാൽ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ആ 35 ലക്ഷം വളരെ വിചിത്രമായ ഒരു കാര്യം. ആ 2 തവണ കണക്ക് അവതരിപ്പിച്ചപ്പോഴും കമ്മിറ്റിക്കാർ പറഞ്ഞത് 35 ലക്ഷം വകമാറ്റിയതാണ്. പക്ഷെ അവസാനം ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അത് 40 ലക്ഷമാണ്. ജില്ലാ കമ്മിറ്റി ഒരു ചെലവും ഇതുമായി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഹിക്കുന്നില്ല. എല്ലാം കൈകാര്യം ചെയ്തത് കെട്ടിട നിർമ്മാണ കമ്മിറ്റിയാണ്. അതിന്റെ സെക്രട്ടറിയാണ് TI മധുസൂദനൻ. കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് TI മധുസൂദനൻ. അപ്പോ ഈ 35 ലക്ഷം ജില്ലാ കമ്മിറ്റിക്കാരെങ്ങനെയാണ് 40 ലക്ഷം എന്ന് പറയുക? എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന്. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാറ്റിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഓഡിറ്റ് ഞാൻ നടത്തിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം എനിക്കിങ്ങനെ ഒരു ശീലമില്ലല്ലോ, ഞാനിങ്ങനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് പാർട്ടി കണക്ക് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അതിലൊരു കാര്യം ഇതിന്റെ കൂടെ ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം അവതരിപ്പിച്ചാൽ പാസാക്കി പോകാൻ സാധിക്കുന്ന ഒരു സെക്രട്ടറി വേണം എന്ന് അയാൾ നേരത്തെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് 2017 കരിവള്ളൂർ സമ്മേളനത്തിൽ അയാളുടെ പിൻഗാമിയായി KP മധുവിന്, ആ KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. കേസിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ. KP മധു എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ.
ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. അയാളിപ്പോ കൗൺസിലർ വന്നു, നഗരസഭാ കൗൺസിലറാണ്. അപ്പോ ഈ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഈ 3 ഫണ്ടും പരിശോധനയ്ക്ക് വരുന്ന ഒരേ സമയത്താ. ഏതെങ്കിലും ഒന്നിൽ കൃത്രിമമില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ തിരിമറിയില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ ധനാപഹരണം നടക്കാതിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് പറ്റിപ്പോയി, തിരുത്താൻ അവസരം കൊടുക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇത് 3 ഫണ്ടിലും, ഇതിനു മുമ്പത്തെ ഫണ്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അതൊന്നും ഉറപ്പിച്ച് ഇല്ല എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാ. അപ്പൊ ഈ നിലയിലേക്കാണ് പയ്യന്നൂരിലെ കാര്യങ്ങൾ പോകുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വളരെ ബോധപൂർവം പയ്യന്നൂരിൽ അങ്ങനെ ഒരു ഫണ്ട് വിവാദമില്ലെന്നും ഇത് പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണെന്നുമുള്ള പ്രചരണം നടത്തുകയാണ്. ടി.ഐ. മധു എല്ലായിടത്തും ആശ്രിതരെ സൃഷ്ടിക്കുന്ന ഒരു ശൈലി അനുവർത്തിക്കുന്ന ഒരാളാണ്. എല്ലായിടത്ത് പോകുമ്പോഴും കുറെ ആളുകൾ ഉണ്ടാകും. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മർമറിംഗ് ക്യാമ്പയിൻ നടത്തുക. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പയ്യന്നൂരിൽ സാമ്പത്തിക വിഷയങ്ങൾ ഒന്നുമില്ലെന്നും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിനു മുമ്പ് ഒരു വിഭാഗീയതയും വലിയ തോതിൽ പയ്യന്നൂരിൽ ഉണ്ടായിരുന്നില്ല. അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ, അതിന്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതല്ലാതെ വിഭാഗീയത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പയ്യന്നൂര് പാർട്ടി നേരത്തെ പോയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കടുത്ത വിഭാഗീയതയാണ് പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത്. അത് അവസാനിപ്പിക്കാൻ നേതൃത്വമല്ലേ ഇടപെടേണ്ടത്? ഈ കാരാപ്രശ്നം അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെടണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി നിരവധി തവണ തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഇടപെട്ടില്ല. അതാണ് അവസാനം തെരഞ്ഞെടുപ്പിൽ റബൽ മത്സരിക്കുന്ന രീതിയിലേക്കും ആ റബൽ വിജയിക്കുന്ന രീതിയിലേക്കും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നത് ഈ പയ്യന്നൂരിന്റെ അനുഭവമാണ്. അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണം. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അതിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പാർട്ടിയെയും രക്ഷിക്കണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാട് തിരുത്തിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ നിലയിൽ ജനകീയ പിന്തുണയുണ്ട് എന്ന നല്ല ബോധ്യം എനക്കുണ്ട്. ഈ കണക്ക് നേരത്തെ ഒരു വട്ടം പാർട്ടി കീഴെ വിശദീകരിച്ചപ്പോ അത് അംഗീകരിക്കാൻ വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ സന്നദ്ധമായിട്ടില്ല. ഇപ്പോഴും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പുസ്തക പ്രകാശനം നടത്തിയ ജോസഫ് സി മാത്യുവിനും അതുപോലെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിച്ച വി.എസ്. അനിൽകുമാറിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.